മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 25 മുട്ട കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി മുട്ടയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. മുട്ടയുടെ വെള്ളയിൽ മഞ്ഞയോ മഞ്ഞയിൽ വെള്ളയോ ഉണ്ടാവാൻ പാടില്ല. മഞ്ഞക്കരുവിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു നേരിയ പാടയുണ്ട്, അത് റിമൂവ് ചെയ്യണം. അതിനുശേഷം ഈ മുട്ട മഞ്ഞ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും ബാക്കി കരടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മുട്ടയുടെ വെള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 കപ്പ് പഞ്ചസാര, 1 നുള്ളു ഉപ്പ്, 5 ഏലക്ക, 1 കപ്പ് പാൽപ്പൊടി ഇത്രയും ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് ഇതും അരിച്ചെടുക്കണം. ഇതിലുള്ള വേസ്റ്റെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ അരിച്ചെടുക്കണം. 1 ലിറ്റർ വെള്ളം അപ്പക്കലത്തിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഒരു ട്രേയിലേക്ക് അല്പം നെയ്യ് പുരട്ടി ഈ ബാറ്റർ ഒഴിച്ച് 15 മിനിറ്റ് മീഡിയം തീയിലൊന്ന് വേവിച്ചെടുക്കണം. 1/4 കപ്പ് പഞ്ചസാര, 2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് അല്പം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി 1 സ്പൂൺ പാലൊഴിച്ച് ഈ പഞ്ചസാരയുള്ള അഴുക്കെല്ലാം മാറ്റതിന് ശേഷം നല്ലപോലെ തിളക്കുന്ന പഞ്ചസാര മിക്സിലേക്ക് മുട്ട മഞ്ഞയുണ്ടല്ലോ അത് ഇതേപോലെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കണം. നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കണം ചുറ്റിച്ചെടുക്കേണ്ടത്. 40 സെക്കൻഡ് ആകുമ്പോൾ നമുക്കും പഞ്ചസാര സിറപ്പിൽ നിന്നും മാറ്റാം. ഇനി മുട്ടയുടെ വെള്ള വെച്ചിട്ട് നല്ലപോലെ അലങ്കരിച്ച് ഈ റെസിപ്പി നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.